ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് മഹാഭാഗവതത്തിലെ ഭഗവാന്റെ തിരു അവതാരവും ജാതകർമ്മവും പൂതനാമോക്ഷവുമാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ ആദ്യമായി വധിച്ചത് സ്ത്രീയായ പൂതനയെയാണ്. ആ കഥ കേട്ടിട്ടില്ലാത്ത എല്ലാവരും തന്നെ ആ കഥ കേട്ട് പ്രാർത്ഥിക്കണം. പൂതനാമോക്ഷം കേട്ട് പ്രാർത്ഥിച്ചാൽ മോക്ഷമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ ശകടാസുരവധം. അവസാനം വരെ ശ്രദ്ധയോടുകൂടി കേട്ട് പ്രാർത്ഥിക്കണം, നാമം ജപിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. ഭഗവാന്റെ കഥകൾ പറയുന്നതും കേൾക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഭക്തി തന്നെയാണ്. അത് പ്രത്യേകമായി ഓർക്കുക. പല അവസരങ്ങളിലും ഇത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കഥകളൊക്കെ കേട്ടതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ കഥ പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കുമൊക്കെ ഈ കഥ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അത് വലിയ പുണ്യമാണ് ഭഗവാന്റെ കഥകൾ പ്രചരിപ്പിക്കുന്നത്. ഹരേ കൃഷ്ണ. ശകടാസുരവധം. 10 ദിവസം വരെ പ്രായമുള്ള ശിശുക്കളെ വധിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരിൽ അമിത ബലഗാത്രിയും ഭീമരൂപിണിയുമായിരുന്ന പൂതന എന്ന രാക്ഷസി അമ്പാടിയിലെ ഒരു പൈതലിൻ്റെ മുലകുടി മൂലം മരണമടഞ്ഞതായി കംസൻ അറിഞ്ഞുകഴിഞ്ഞു. ഒരു വേള ആ കുട്ടി തന്നെയായിരിക്കുമോ തൻ്റെ ഘാതകനായി ജനിച്ചിട്ടുള്ളവൻ? അങ്ങനെയൊരു സംശയം ഭോജരാജൻ്റെ ഉള്ളിൽ രൂഢമൂലമായി പതിഞ്ഞു. ഇനി പ്രായമൊന്നും നോക്കണ്ട, ഏതു വിധവും ആ ബാലനെ വധിച്ച് ആ ശല്യം അവസാനിപ്പിക്കണമെന്ന് സേവകന്മാരായ എല്ലാ അസുരന്മാരോടും കംസൻ രഹസ്യമായി നിർദ്ദേശിച്ചു. പരിശുദ്ധിയുടെ പ്രതീകമായ പശുക്കളെ പാലനം ചെയ്തു ജീവിക്കുന്ന ഗോപന്മാരെ കാരണമൊന്നും കൂടാതെ വധിക്കുന്നത് ബ്രഹ്മഹത്യാപാപത്തിനു തുല്യമാണെന്നൊരു വിശ്വാസം ആ നാട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഗോപാലബാലനെ മായാവികളെ കൊണ്ട് രഹസ്യമായി കൊല്ലിക്കണമെന്ന് കംസൻ നിശ്ചയിച്ചത്. അതനുസരിച്ച് രാജപ്രീതിക്കു വേണ്ടി ശകടൻ എന്ന ഒരു അസുരൻ അതിനായി പുറപ്പെട്ടു. ആ അസുരൻ അതിനുവേണ്ടി തക്ക സമയം പാർത്ത് നന്ദഗൃഹത്തിൽ വന്ന് അദൃശ്യനായി ഒളിഞ്ഞു നിന്നു. അന്ന് ഉണ്ണിയുടെ 3-ാം മാസത്തെ പക്കപ്പിറന്നാൾ ദിവസമാണ്. വൃശ്ചിക മാസത്തിലെ പൗർണമി ദിവസം. കൊച്ചു കുഞ്ഞുങ്ങൾ കമിഴ്ന്നു വീഴാൻ തുടങ്ങുന്ന സമയം. ആ സന്തോഷവാർത്ത ബന്ധുമിത്രാദികളെയും സ്വന്തക്കാരെയും അറിയിക്കുന്നതിനു വേണ്ടി അവരെ ക്ഷണിച്ചു വരുത്തി സദ്യ നൽകുന്ന പതിവ് ഗോപാലകന്മാരുടെ ഇടയിൽ ആ കാലത്ത് ഉണ്ടായിരുന്നു. അതിന് വാതിൽ പുറപ്പാട് എന്നായിരുന്നു പേര്. തൻ്റെ ആരോമലുണ്ണിയും കമിഴ്ന്നു വീഴാൻ തുടങ്ങിയിരിക്കുന്നത് കണ്ട് നന്ദൻ ആ ചടങ്ങ് കുഞ്ഞിൻ്റെ 3-ാമത്തെ പക്കപ്പിറന്നാൾ ദിവസമായ അന്ന് ആഘോഷിക്കുവാൻ തീരുമാനിച്ചു. സദ്യയ്ക്കും പാട്ടിനും വേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്തു. രാവിലെ തന്നെ ഗായകരും മേളക്കാരും വന്ന് അവരുടെ വിദ്യകൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ബാലപീഠയുണ്ടാകാതിരിക്കുന്നതിനു വേണ്ടി തുടിപ്പാട്ടുകളും ഭദ്രകാളി സ്തുതികളും നടത്തി. കർമ്മികളായ ഉത്തമ ബ്രാഹ്മണന്മാർ വന്ന് കുഞ്ഞിന്
ബാധോപദ്രവം ഏൽക്കാതിരിക്കാൻ ഹോമങ്ങളും പൂജകളും നടത്തി. അങ്ങനെ പല ചടങ്ങുകളും അവിടെ നടക്കുകയാണ്. ആ സമയമൊക്കെയും യശോദ പൈതലിനെയും മടിയിൽ കിടത്തിക്കൊണ്ട് പുറത്തു വന്നിരിക്കുകയായിരുന്നു. കുഞ്ഞിനെ ആദ്യം പുറത്തിറക്കുന്ന ദിവസമായതുകൊണ്ട് ഹോമപൂജാദികളും പാട്ടുകളും കോലം തുള്ളലുകളും നടക്കുമ്പോൾ കുറച്ചു നേരം കുഞ്ഞിനെയും കൊണ്ട് എല്ലാവരും കാൺകെ മാതാവ് പുറത്തു വന്നിരിക്കണമെന്നുള്ളതാണ് ചടങ്ങിൻ്റെ പ്രധാന ഭാഗം. വാതിൽ പുറപ്പാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് തന്നെയാണ് ഇത്. അല്പം കഴിഞ്ഞപ്പോൾ അമ്മയുടെ മടിയിൽ കിടന്നു കുഞ്ഞ് തളർന്ന് ഉറങ്ങിപ്പോയി. കർമ്മികൾക്ക് ദക്ഷിണ മുതലായവ കൊടുത്തതിനു ശേഷം യശോദ കുഞ്ഞു പൈതലിനെ എടുത്ത് ബഹളമില്ലാത്ത ഒരു ഒഴിഞ്ഞ സ്ഥലത്തു കൊണ്ടുവന്ന് കിടത്തി. 3-4 ഗോപബാലകന്മാരെ കാവലിനും ഇരുത്തി. അനന്തരം മാതാവ് അതിഥികൾക്ക് വേണ്ട സൽക്കാരങ്ങൾ നടത്തുന്നതിനുള്ള ബദ്ധപ്പാടിൽ വ്യാപൃതയായി. സർവ സ്ത്രീ പുരുഷന്മാരും അന്ന് അവിടെ ആഗതരായിട്ടുണ്ട്. തൻ്റെ ഓമൽ പൈതലിൻ്റെ വാതിൽ പുറപ്പാട് അടിയന്തരാഘോഷങ്ങളിൽ അവർ പങ്കുകൊള്ളുമ്പോൾ അവരെ വേണ്ടവണ്ണം സൽക്കരിക്കേണ്ടത് മാതാവായ യശോദയുടെ ചുമതലയാണല്ലോ. ആ സമയം മറഞ്ഞിരുന്ന ശകടാസുരൻ ഇതുതന്നെയാണ് തക്ക അവസരമെന്ന് മനസ്സിൽ കണ്ടു. എല്ലാവരും സദ്യയിലും സൽക്കാരങ്ങളിലും ശ്രദ്ധിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് തൻ്റെ ഉദ്ദേശം നിർവഹിക്കേണ്ടതെന്ന് അവൻ ആലോചിച്ചു. കുഞ്ഞിനെ കിടത്തിയിരിക്കുന്നതിനടുത്ത് ഒരു വലിയ ഭാരമേറിയ വണ്ടിച്ചക്രം ചാരി വെച്ചിരുന്നു. ആ കാലത്ത് ഗോകുലത്തിലുള്ള പ്രമാണികൾക്കെല്ലാം വണ്ടികൾ ഉണ്ടായിരുന്നു. അവിടെ ചാരി വെക്കപ്പെട്ടിരുന്നത് നന്ദഗോപൻ്റെ തന്നെ ഒരു വണ്ടിയുടെ ചക്രമായിരുന്നു. ആ അസുരൻ തൻ്റെ മായാശക്തിയാൽ ആ ശകടത്തിൽ പ്രവേശിച്ച് ശകടാസുരൻ എന്ന നാമം അന്വർത്ഥമാക്കി. ആ ശകടം പെട്ടെന്ന് തന്നെത്താൻ മേൽപോട്ട് ഉയർന്നു. കാർമുകിൽ വർണ്ണൻ കിടക്കുന്നതിൻ്റെ മുകളിലെത്തി വട്ടം കറങ്ങി കുഞ്ഞിൻ്റെ ശരീരത്തിൽ പതിക്കത്തക്കവണ്ണം അതിശക്തിയായി കുത്തനെ കീഴോട്ടു വീണു. പക്ഷേ ആ കുഞ്ഞിൻ്റെ പൂവുടലിൽ പതിക്കുന്നതിനു മുമ്പ് അത് ഞെട്ടിയുണർന്ന് കണ്ണുകൾ തുറന്നു. തൻ്റെ കുഞ്ഞിക്കാലുകൾ കുടഞ്ഞ് ആ കൊച്ചു കുഞ്ഞ് കരഞ്ഞു. ആ കുടച്ചിലിൽ സകലേശ്വരനായ ശിശുവിൻ്റെ പാദപ്രഹരമേറ്റ് ആ ശകടം അതിൻ്റെ അച്ചുതണ്ടോടുകൂടി തകർന്ന് പൊടിഞ്ഞ് കടുകുമണി രൂപത്തിൽ ചിന്നിച്ചിതറി നിലംപതിച്ചു. ശകടം മറിയുന്ന ശബ്ദവും കുഞ്ഞിൻ്റെ കരച്ചിലും കേട്ട് പേടിയോടുകൂടി സൽക്കാര സ്ഥലത്തു നിന്നും യശോദയും ഗോപസ്ത്രീകളും ഓടിവന്നു. രോഹിണീദേവിയെ അവിടെ നിർത്തി അവർ വന്നു നോക്കിയപ്പോൾ ഒന്നും അറിയാത്ത മട്ടിൽ മണിവർണ്ണൻ മയങ്ങിക്കിടക്കുകയാണ്. അടുത്തു കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളോട് ചോദിച്ചപ്പോൾ ശകടം പെട്ടെന്ന് മേൽപോട്ടുയർന്നു കറങ്ങിക്കറങ്ങി ഉണ്ണിയുടെ ദേഹത്തു വീഴാൻ ഭാവിച്ചുവെന്നും ഉണ്ണി കാലുകുടഞ്ഞ് അതിനെ തകർത്തു കളഞ്ഞുവെന്നും ആ ഗോപാലന്മാർ പറഞ്ഞു. അതുകേട്ട് വിസ്മയഭാവത്തോടുകൂടി യശോദാദേവി കുഞ്ഞിനെ വാരിയെടുത്ത് ചുംബിച്ചുകൊണ്ട് അതിൻ്റെ പൊന്നിളം മേനിയിൽ വല്ല മുറിവുകളും പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു. അപ്പോഴേക്കും നന്ദഗോപനും രോഹിണീദേവിയും ഗോപികാ ഗോപന്മാരും ബന്ധുജനങ്ങളുമെല്ലാം ഓടിയണച്ച് അവിടെ എത്തി
ഓരോരുത്തരും ആളാമ്പ്രതി ഭഗവാനെ വാരിയെടുത്ത് ചുംബിച്ചു. രോഹിണിയുടെ എളിയിൽ ഇരുന്നിരുന്ന അവളുടെ പൊന്നോമന മകനും അനുജനെ ഇമ വീഴ്ത്താതെ നോക്കി പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചു. വിഷ്ണുമായയുടെ വൈഭവത്താൽ അവർ തമ്മിലുള്ള ബന്ധമെന്താണെന്നും അവർ ആരാണെന്നും ആരും അറിഞ്ഞില്ല. ദൈവമേ, ഈ ബ്രഹ്മാണ്ട ചാട് എൻ്റെ കൺമണിയുടെ ശരീരത്തു വീണിരുന്നുവെങ്കിൽ അയ്യോ പിന്നെ എന്താകുമായിരുന്നു എന്നു പറഞ്ഞ് നന്ദഗോപർ കുഞ്ഞിനെ വാങ്ങി ചുംബിച്ചുകൊണ്ട് ദീർഘനിശ്വാസങ്ങൾ വിട്ടു. നന്ദൻ്റെ ഭൃത്യന്മാർ വന്ന് തകർന്ന ചാടിൻ്റെ പൊടിക്കഷ്ണങ്ങളെല്ലാം അടിച്ചു കൂട്ടി വാരി പുറത്തു കൊണ്ടുപോയി തൊഴുത്തിനടുത്തുണ്ടായിരുന്ന അഗ്നികുണ്ഡത്തിലിട്ട് കത്തിച്ച് കളഞ്ഞു. ഒരുപാട് ഉഴിച്ചിലും ഹോമങ്ങളും വഴിപാടുകളുമൊക്കെ കഴിച്ചിട്ടും നമ്മുടെ കുഞ്ഞിൻ്റെ ബാലപീഡയും പ്രേതങ്ങളുടെ ഉപദ്രവവും മാറിയിട്ടില്ല. അതുകൊണ്ടാണ് അടിക്കടി ഈ വിധ ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നത് എന്ന് യശോദാമാതാവ് പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് ശുദ്ധാത്മാവായ നന്ദഗോപർക്കും തോന്നിയതിനാൽ അതിന് പ്രതിവിധിയായി പല ഹോമങ്ങളും പൂജകളും മന്ത്രവാദങ്ങളും അദ്ദേഹം പിന്നെയും നടത്തിച്ചു. സ്ഥലരക്ഷയ്ക്കുള്ള തകിടുകളും എഴുതിച്ചു. എന്നിട്ട് ഗൃഹത്തിൻ്റെ 4 മൂലകളിലും സ്ഥാപിച്ചു. ചാട് തകർന്നതോടുകൂടി അതിൽ അന്തർഭവിച്ചിരുന്ന മായാവിയായ അസുരനും തകർന്ന് പൊടി പോലെയായി പോവുകയും പിന്നീടത് അഗ്നിക്കിരയാക്കുകയും ചെയ്തതിനാൽ അവൻ്റെ ഭീമാകാരമായ ജഡം ആർക്കും കാണുവാൻ സാധിച്ചില്ല. ഹരേ കൃഷ്ണ. ഇനി തൃണാവർത്തവധം അതും കൂടെ നമുക്കിന്ന് നോക്കാം. ശകടാസുരൻ പോയിട്ട് അവനെക്കുറിച്ചുള്ള യാതൊരു വിവരവും ഭോജരാജന് അറിയാൻ കഴിഞ്ഞില്ല. ചാരന്മാരെ അയച്ചു രഹസ്യമായി അന്വേഷിപ്പിച്ചു. പൂതന മരിച്ചു വീണ നന്ദഗൃഹത്തിൽ അങ്ങനെയൊരു മഹാസുരൻ ചത്തു വീണതായി ആരും പറഞ്ഞു കേട്ടില്ല. പിന്നെ അവൻ എന്തു പറ്റി? കംസൻ തൻ്റെ ദുഷ്ടസേവകന്മാരുമായി ആലോചിച്ചു. തൃണാവർത്തൻ എന്ന ഒരു ദുഷ്ട അസുരൻ അപ്പോൾ പറഞ്ഞു, മഹാരാജൻ, അവൻ പോയി. ചത്തോ ഇല്ലയോ എന്നൊന്നും നമുക്കിനി അന്വേഷിക്കേണ്ട കാര്യമില്ല. അടിയൻ പോയി സംഗതി സാധിച്ചു വരാം. ആ കൊച്ചു കുഞ്ഞിനെ കൊല്ലുവാൻ ഇത്ര വിഷമമോ? അത് പറയാൻ തന്നെ നമുക്ക് നാണക്കേടാണ്. തിരുമേനിയുടെ ഘാതകനെന്ന് പറഞ്ഞ കുഞ്ഞ് അമ്പാടിയിലാണുള്ളത്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മായയാൽ തൻ്റെ ശരീരം മറച്ച് അവൻ നന്ദഗോപ മന്ദിരത്തിലെത്തി. അപ്പോൾ യശോദ കുഞ്ഞിനെയും കയ്യിലെടുത്ത് മുലയും നൽകിക്കൊണ്ട് മുറ്റത്തു നിൽക്കുകയായിരുന്നു. കയ്യിലിരിക്കുന്ന തൻ്റെ പൊന്നോമൽ പൈതലിന് ഭാരം വർദ്ധിച്ചു വരുന്നതായി മാതാവിന് തോന്നി. വേഗം തന്നെ യശോദാമാതാവ് കുഞ്ഞിനെ ഗൃഹത്തിൻ്റെ പുരോഭാഗത്തുള്ള തിണ്ണയിൽ കൊണ്ടുവന്നു. കുഞ്ഞിനെ നിലത്തു കിടത്താൻ വേണ്ടി ശ്രീഹരി എടുത്ത ഒരു ഉപായമായിരുന്നു ആ ഭാരം വയ്ക്കൽ. കുഞ്ഞിന് എന്തോ സുഖക്കേട് വരുവാൻ ഭാവിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വിധം ഭാരം വയ്ക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് കൈകാലുകളും മുഖവും കഴുകി ദൈവത്തെ പ്രാർത്ഥിക്കുവാനായി കിണറിൻ്റെ കരയിലേക്ക് മാതാവ് പോയി. ആ തക്കം നോക്കി തൃണാവർത്തൻ ഒരു ചുഴലിക്കാറ്റായി മാറി. 4 വശവും ചുറ്റിയടിച്ച് ഭയങ്കരമായ മുഴക്കത്തോടും ഇരപ്പോടും കൂടി ചുഴിഞ്ഞു താഴോട്ട് വന്ന് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അതിവേഗം മേൽപോട്ടേക്ക് പൊങ്ങി. ആ സമയം കാറ്റും പൊടിയും മൂലം അന്തരീക്ഷത്തിൽ ഇരുട്ട് ബാധിച്ചതിനാൽ ഒന്നും ആർക്കും കാണുവാൻ പാടില്ലാതെയായി.
പ്രചണ്ഡമായ മാരുതൻ്റെ മുഴക്കം മാത്രം കേൾക്കാം. യശോദാമാതാവ് പരിഭ്രാന്തയായി ഓടി വന്നു നോക്കിയപ്പോൾ താൻ കിടത്തിയ സ്ഥലത്ത് കുഞ്ഞില്ല. ദേവി മേൽപോട്ട് നോക്കി. കുഞ്ഞ് ചുഴലിക്കാറ്റിലകപ്പെട്ട് പൊങ്ങിപ്പൊങ്ങി ആകാശത്തിലേക്കുയരുന്നു. ദേവി മാറിലലച്ച് വാവിട്ട് കേണുകൊണ്ട് നിലത്തു വീണു. ദേവിയുടെ കരച്ചിൽ കേട്ട് മറ്റു ഗോപസ്ത്രീകളും ഗോപന്മാരും അവിടെ ഓടിയെത്തി. പൊടിപടലത്താലും ഇരുട്ടിനാലും മേൽപോട്ട് നോക്കിയിട്ട് ആർക്കുമൊന്നും കാണുവാൻ കഴിഞ്ഞില്ല. എല്ലാവരും കുഞ്ഞു നഷ്ടപ്പെട്ട ദുഃഖത്താൽ നെഞ്ചത്തടിച്ച് വിലപിക്കാൻ തുടങ്ങി. ആരും ആരെയും സമാധാനപ്പെടുത്തുവാൻ കഴിവില്ലാത്തവരായി തീർന്നു. നന്ദഗോപൻ മരവിച്ച് ഒരു മരപ്പാവ പോലെ നിന്നുപോയി. ചുഴലിക്കാറ്റു കണ്ട് ഭയപ്പെട്ട് പശുക്കൾ വാലും പൊക്കിപ്പിടിച്ചുകൊണ്ട് നാലുപാടുമോടി. കുറച്ചു കഴിഞ്ഞപ്പോൾ കാറ്റും ചുഴലിയും അവസാനിച്ചു. വെളിച്ചം വീണു തുടങ്ങി. ദിക്കുകൾ കാണാറായി. ഗോപന്മാർ മേൽപോട്ട് നോക്കിയപ്പോൾ ഉണ്ണിയെയും കൊണ്ട് ചുഴലി ഉയർന്നുയർന്നു പോകുന്നത് കണ്ട് അവർ വീണ്ടും നിലവിളിച്ചു. ലോകനാഥനെയും പേറിക്കൊണ്ടുയർന്ന അസുരനാകട്ടെ ഇനി അവനെ ഭക്ഷിച്ചു കളയാമെന്ന് കരുതി പിന്നെയും കുറച്ചുകൂടി മേൽപോട്ടുയർന്നു. ആ സമയം ലോകനാഥൻ തൻ്റെ കൊച്ചു ശരീരം ദുർവഹമായ ഭാരമുള്ളതാക്കി തീർത്തു. അസുരന് അപ്പോൾ അത് പേറിക്കൊണ്ടുയരാൻ സാധ്യമല്ലാതെയായി. പിന്നെയും പിന്നെയും ഭാരം വർദ്ധിച്ചപ്പോൾ അസുരൻ ആകെ തളർന്ന് പരവശനായി. തൻ്റെ ഗാത്രത്തിൽ ഗാഢമായി അള്ളിപ്പിടിച്ചിരിക്കുന്ന കുഞ്ഞിനെ തള്ളി മാറ്റുവാൻ തൃണാവർത്തൻ പല വിധത്തിലും ശ്രമിച്ചു. അപ്പോഴൊക്കെയും അംബുജനയനൻ തൻ്റെ പാണിദ്വയങ്ങൾ കൊണ്ട് കൂടുതൽ കൂടുതൽ ശക്തിയോടുകൂടി ആ ദുഷ്ടൻ്റെ കഴുത്തിനു ചുറ്റും വട്ടം പിടിച്ച് അവനെ ഞെരിച്ചുകൊണ്ടിരുന്നു. പ്രാണവേദനയോടുകൂടി അവൻ വട്ടം കറങ്ങി, വീർപ്പുമുട്ടി, നേത്രങ്ങൾ തുറിച്ചു. നന്ദനന്ദനൻ തൃണാവർത്തൻ്റെ ചീർത്ത കണ്ഠത്തിൽ നിന്നും പിടിവിടാതെ വീണ്ടും വീണ്ടും ശക്തിയോടുകൂടി ചുറ്റിപ്പിടിച്ച് ഞെരിച്ചു. നിശാചരൻ ശ്വാസം മുട്ടി കൈകാലുകളും തലയും കുടഞ്ഞു മറിഞ്ഞ് കീഴോട്ടു പോന്ന് ഒരു വലിയ പാറയുടെ മീതെ മറ്റൊരു കൂറ്റൻ പാറ എന്നതുപോലെ മലർന്നടിച്ച് ചത്തുവീണു. കൂടെ യാതൊരു കേടും കൂടാതെ കൊച്ചുണ്ണി പൈതലും, ഹരേ കൃഷ്ണ, അവൻ്റെ മാറിൽ വന്നു വീണ് ഒന്നുമറിയാത്ത മട്ടിൽ കരചരണങ്ങൾ കുടഞ്ഞ് തല്ലിക്കളിച്ചുകൊണ്ടേയിരുന്നു. അതേവരെ പകച്ചു പരിഭ്രാന്തരായി നിന്നിരുന്ന ഗോപികളും ഗോപന്മാരും ഓടി അടുത്തു വന്നു. ചേറും ചോരയും പുരണ്ടിരിക്കുന്ന കുഞ്ഞിനെ ഗോപന്മാർ വാരിയെടുത്തു ചുംബിച്ചു. അർത്ഥപ്രജ്ഞയോടെ നിലത്തു കിടന്നിരുന്ന യശോദാമാതാവിൻ്റെ അരികത്ത് തൻ്റെ കൊച്ചു കുഞ്ഞിനെ കൊണ്ടുവന്നു കിടത്തി. കൈവിട്ടുപോയ നിധി തിരിച്ചു കിട്ടിയതുപോലെയുള്ള സന്തോഷത്തോടുകൂടി എന്തെന്ത് വാത്സല്യ ചാപല്യങ്ങളാണ് ആ മാതാവ് അപ്പോൾ കാട്ടിയതെന്ന് പറയുവാൻ വയ്യ. കരുണാവാരിധിയായ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ഈ കുഞ്ഞിനെ രക്ഷിച്ചത്. ഇല്ലെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താകുമായിരുന്നു എന്ന് പറഞ്ഞ് ഗോപന്മാർ അഞ്ജലികൾ കൂപ്പി അഞ്ജനവർണ്ണനെ പ്രാർത്ഥിച്ചു. പൂതനയുടെ മാറിൽ നിന്നും കുഞ്ഞിനെ എടുത്തത് ഗോപസ്ത്രീകളാണ്. തൃണാവർത്തൻ്റെ മാറിൽ നിന്നും കുഞ്ഞിനെ എടുത്തത് ഗോപന്മാരുമാണ്. നന്ദനും ഓടിവന്ന് പ്രിയതമയുടെ മടിയിൽ നിന്നും പൈതലിനെ രണ്ട് കൈകളും കൂട്ടിയെടുത്ത് തൻ്റെ നെഞ്ചിനോട് ചേർത്ത് ആലിംഗനം ചെയ്തു. തുരുതുരെ ചുംബിച്ച് സന്തോഷാശ്രുക്കൾ പൊഴിച്ചു. നല്ലവനായ വസുദേവർ, അദ്ദേഹം എത്ര ദിവ്യനാണ്! അദ്ദേഹം പറഞ്ഞത് എത്ര ശരിയായിരിക്കുന്നു!
നന്ദഗോപൻ അപ്പോഴും നന്ദിപൂർവം വസുദേവരുടെ വാക്കുകൾ ഓർമ്മിച്ചു. അങ്ങനെ ഓർക്കാപ്പുറത്ത് ചുറ്റിയടിച്ചു വന്ന ആപത്തിൻ്റെ കൊടുങ്കാറ്റ് അവസാനിച്ചു. കുഞ്ഞിൻ്റെ ഭാവി സുരക്ഷിതത്വത്തിനു വേണ്ടി പിന്നെയും പല വഴിപാടുകളും നേർച്ചകളും ആ ദമ്പതികൾ നേർന്നു. നന്ദൻ്റെ കയ്യിൽ നിന്നും നന്ദനനെ യശോദ വാങ്ങി മടിയിൽ കിടത്തി ഉറക്കുവാൻ തുടങ്ങി. കൂടെ കൂടെ കുഞ്ഞിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആപത്തുകളെ ഓർത്ത് പരിഭ്രമത്തോടുകൂടി യശോദാമാതാവ് കുഞ്ഞിനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ തൻ്റെ കുഞ്ഞിളം വായ പൊളിച്ച് ആ പൈതൽ ഒരു കോട്ടുവായിട്ടു. യശോദ യാദൃച്ഛികമായി ആ വക്രത്തിലേക്ക് ഒന്നു നോക്കി. ശിവശിവ, അത്ഭുതം! സമസ്ത ലോകങ്ങളും ധരാചക്രങ്ങളും മേരു തുടങ്ങിയ ഗിരികളും നാഗമന്ദാകിനി തുടങ്ങിയ നദികളും നീലാംബരങ്ങളും സൂര്യചന്ദ്രാദി പ്രഭാഗോളങ്ങളും അനന്തകോടി ജ്യോതിർഗണങ്ങളും ദീപദീപാന്തരങ്ങളും തുംഗതരംഗാവൃത സാഗരങ്ങളും ആ കുഞ്ഞു വായിൽ കണ്ട് ആ അങ്കനാമണി അന്തിച്ച് ഭയത്തോടുകൂടി വിറച്ചുപോയി. അയ്യോ, എൻ്റെ കുഞ്ഞിൻ്റെ വായിൽ എന്തൊക്കെയാണ് കാണുന്നത്? ഇത് ബാധയുടെ ഉപദ്രവം തന്നെയാണ്. അയ്യോ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അയ്യോ ഭഗവാനെ, ഇവൻ എൻ്റെ കുഞ്ഞല്ലാതിരിക്കുമോ? സാക്ഷാൽ ദൈവത്തിൻ്റെ കുഞ്ഞായിരിക്കുമോ? ഇങ്ങനെ നനച്ചുകൊണ്ട് യശോദാമാതാവ് കണ്ണുകൾ മുറുകെ അടച്ച് സർവേശ്വരനെ മനസ്സിൽ ധ്യാനിച്ചു. അല്പം കഴിഞ്ഞ് യശോദാമാതാവ് കണ്ണുകൾ തുറന്നപ്പോൾ അവിടെ ഒന്നുമില്ല. പൈതൽ വായടച്ച് പഴയപടി കിടന്നുറങ്ങുന്നു. ആ ചെഞ്ചൊടികളിൽ ഒരു മൃദുപുഞ്ചിരി തത്തിക്കളിക്കുന്നു. താൻ കണ്ട കാഴ്ചകളെല്ലാം മായാവൈഭവത്താൽ ആ മാതാവ് മറന്നു കഴിഞ്ഞിരുന്നു. തൻ്റെ ഓമന പൊന്നുമകൻ എന്നുള്ള സ്നേഹവാത്സല്യ മധുര ചിന്തകൾ അവളിൽ തഴച്ചു വളർന്നു. ആ സമയം നന്ദഗോപൻ തൃണാവർത്തൻ്റെ ജഡം സംസ്കരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഗോപന്മാരുമായി ആലോചിച്ചുകൊണ്ട് മുറ്റത്ത് നിൽക്കുകയായിരുന്നു. ഈ ദുഷ്ടന്മാരൊക്കെ ചാകാൻ ഇങ്ങോട്ട് വരികയാണല്ലോ എന്ന് പറഞ്ഞ് ഗോപന്മാർ ആ അസുരൻ്റെ ഭീമാകാരമായ ശരീരം പൂതനയുടേത് എന്നതുപോലെ പല പല കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി വളരെ അകലത്തിൽ കൊണ്ടുപോയി സംസ്കരിച്ചു. ഹരേ കൃഷ്ണ. ഇതാണ് ഭഗവാന്റെ ലീലകൾ. ശകടാസുരവധവും തൃണാവർത്തവധവും. ഈ ഭാഗമൊക്കെ ഭക്തിയോടുകൂടി നമ്മൾ കേട്ട് വീണ്ടും വീണ്ടും കേട്ട് നമ്മുടെ മനസ്സിലേക്ക് ഈ ഭാഗങ്ങളൊക്കെ കൊണ്ടുവരണം. സദാ നമ്മുടെ മനസ്സിൽ ഭഗവത് ചിന്തകൾ മാത്രമായിരിക്കണം ഉണ്ടാകേണ്ടത്. ഭഗവത്ഗീത നമ്മൾ കുറേശ്ശെ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും നിങ്ങളത് കേൾക്കണം, മനസ്സിലാക്കണം. ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഇപ്പോൾ ഒരു ഭഗവത്ഗീതയുടെ ക്ലാസ്സിൽ പോയിരുന്ന് നമുക്ക് പഠിക്കാനായിട്ട് പലപ്പോഴും സമയം കിട്ടണമെന്നില്ല. ഇതാകുമ്പോൾ നിങ്ങൾക്ക് സമയമുള്ള സമയത്ത്, എപ്പോഴാണോ നമുക്ക് സമയമുള്ളത് ആ സമയത്ത് നമുക്കത് കേൾക്കാം. അതെല്ലാവർക്കും പ്രയോജനപ്പെടും. വളരെ നല്ല ഭാഗങ്ങളാണ് പറയുന്നത്. നല്ലതുപോലെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടെന്ന് നിങ്ങൾ കമൻ്റ് ഇട്ട് പറയുന്നുമുണ്ട്. അത് കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും പറയാനുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ വരികയാണ്. ഓരോരുത്തരുടെയും നിയോഗമാണ് ഇതൊക്കെ. നിങ്ങൾ കേൾക്കുക,
ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. സദാ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നല്ല ചിന്തകൾ മനസ്സിൽ വരട്ടെ. മനുഷ്യനാണ്, പലപ്പോഴും തെറ്റുകൾ ചെയ്യും. ദുശ്ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും കടന്നു വരും. ശരിയേക്കാൾ കൂടുതൽ തെറ്റാണ് ഭീകരമായ ഒരു ശക്തിയോടുകൂടി നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തുന്നത്. നല്ലതിനേക്കാൾ ചീത്തയ്ക്കാണ് കൂടുതൽ ഇങ്ങനെ എത്താനുള്ള ശക്തി കൂടുതൽ. പതിയെ ഇതുപോലുള്ള ദുഷ്ടചിന്തകളെയൊക്കെ ഒഴിവാക്കുന്നതിന് ഈ രീതിയിലുള്ള പഠനം വളരെ നല്ലതാണ്. നിരന്തരം ഭഗവാന്റെ കഥകൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുടെ അടുത്തേക്ക് ഇങ്ങനെയുള്ള ദുഷ്ടചിന്തകളുടെ വരവ് തീർച്ചയായിട്ടും കുറയുക തന്നെ ചെയ്യും. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കിക്കോളൂ. തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കും. ഹരേ കൃഷ്ണ.